പ്രിയ മക്കൾക്ക് സാദര നമസ്കാരം. നമ്മുടെ വ്രതങ്ങൾ എന്ന വിഷയം തുടരുകയാണ്. ഇന്ന് നമുക്ക് ഏകാദശി വ്രതം എന്താണ് എന്ന് പഠിക്കാം. ചന്ദ്രമാസത്തിൽ പ്രതിപദം മുതൽ 11ാമത്തെ തിഥിയാണ് ഏകാദശി. മഹാവിഷ്ണുവിന്റെ പ്രീതിക്കും പാപപരിഹാരത്തിനുമായാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത്. ഈ വ്രതത്തിന്റെ മഹാത്മ്യം വെളിവാക്കുന്നൊരു കഥ മക്കൾ കേട്ടിട്ടുണ്ടാവും. അംബരീഷൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം മഹാവിഷ്ണുവിന്റെ വളരെ വലിയ ഭക്തനായിരുന്നു. ഒരിക്കൽ ദുർവാസാവ് മഹർഷി അംബരീഷന്റെ കൊട്ടാരത്തിലേക്ക് വന്നു. മഹർഷി വളരെ പെട്ടെന്ന് കോപിക്കുന്ന ആളും പെട്ടെന്ന് തന്നെ സന്തോഷിക്കുന്ന ആളുമാണ്. അദ്ദേഹം അംബരീഷനോട് ചില കാര്യങ്ങൾ പറഞ്ഞ് കോപിക്കുകയും അംബരീഷനെ ശപിക്കാൻ ഓങ്ങുകയും ചെയ്തു. ഈ സമയത്ത് അംബരീഷൻ ഭഗവാൻ മഹാവിഷ്ണുവിനെ സ്മരിച്ചു. അതാ വരുന്നു വിഷ്ണുവിന്റെ ചക്രം ദുർവാസാവ് മഹർഷിക്കെതിരെ, സുദർശന ചക്രം. മഹർഷി ഭയന്നോടി ഇന്ദ്രന്റെ അരികിലെത്തി. ഇന്ദ്ര, എന്നെ രക്ഷിക്കൂ, ഇപ്പൊ എന്നെ സുദർശനം കൊല്ലുമെന്ന് പറഞ്ഞു. ഇന്ദ്രൻ പറഞ്ഞു, മഹാവിഷ്ണുവിന്റെ ചക്രത്തെ തടുക്കുവാൻ എന്നെ കൊണ്ട് കഴിയില്ല, അതുകൊണ്ട് അങ്ങ് എന്തായാലും ശിവനെ അഭയം പ്രാപിക്കൂ. ശിവന്റെ അരികിലെത്തി. ശിവൻ പറഞ്ഞു, നിങ്ങൾ വിഷ്ണുവിന്റെ അരികിലേക്ക് തന്നെ ചെന്നിട്ട് ഭഗവാനോട് മാപ്പ് പറയൂ, എന്നാൽ ഭഗവാൻ ചിലപ്പോൾ കൊല്ലാതെ വിടുമെന്ന് പറഞ്ഞു. അപ്പോ വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണുവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ ശിഷ്യനോട് ഞാൻ അപമര്യാദയായിട്ട് പെരുമാറി, എന്നോട് ക്ഷമിക്കണം, സുദർശനത്തെ പിൻവലിക്കണമെന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു, മഹർഷേ, എൻ്റെ ശിഷ്യൻ അങ്ങേക്ക് മാപ്പ് നൽകിയാൽ മാത്രമേ സുദർശനം പിൻവലിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അങ്ങ് അംബരീഷനെ കണ്ടിട്ട് മാപ്പ് അപേക്ഷിക്കൂ എന്ന്. അദ്ദേഹം വീണ്ടും ഓടി അംബരീഷന്റെ അരികിലെത്തി അംബരീഷനോട് മാപ്പ് പറഞ്ഞു. അതോടുകൂടി അംബരീഷൻ മാപ്പ് നൽകുകയും സുദർശനം പിൻവാങ്ങുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു പ്രസിദ്ധ കഥയാണ്. അപ്പോ എല്ലാ മാസവും ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും ഓരോ ഏകാദശി വരും. അതായത് ഒരു വർഷത്തിൽ 24 ഏകാദശി. ഇവ ഓരോന്നിനും പ്രത്യേക നാമങ്ങളുണ്ട്. അപ്പൊ മഹാവിഷ്ണുവിന്റെ പ്രീതി ലഭിച്ച അംബരീഷനെ എല്ലാ അപകടത്തിൽ നിന്നും വിഷ്ണു രക്ഷിച്ചു എന്നതുപോലെ ഏകാദശി വ്രതം നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ ഭഗവാൻ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കും എന്നാണ് അംബരീഷന്റെ കഥയിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന വ്യക്തി ദശമി നാൾ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കണം. കിടപ്പ് വെറും തറയിലായാൽ നന്ന്. ഏകാദശി നാൾ രാവിലെ കുളിച്ച് ശുഭ്രവസ്ത്രധാരിയായി വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. കഴിയുമെങ്കിൽ ദിവസം മുഴുവൻ നാമജപവുമായി ക്ഷേത്രത്തിൽ കഴിഞ്ഞുകൂടുക. ഭക്ഷണം തീർത്തും ഒഴിവാക്കേണ്ടതാണ്. തുളസി തീർത്ഥം സേവിക്കുന്നത് ഉത്തമമാണ്. ഏകാദശി നാളിന്റെ അന്ത്യപാദവും ദ്വാദശിയുടെ ആദ്യപാദവും ചേർന്ന 30 നാഴികയ്ക്ക്, അതായത് 12 മണിക്കൂർ, ഹരിവാസരം എന്നാണ് പറയുക. ഈ സമയം ജലപാനം ഉപേക്ഷിക്കുന്നത് നന്നാണ്. എണ്ണ തേക്കൽ, മുറുക്ക്, സ്ത്രീ സംസർഗം എന്നിവ ഒഴിവാക്കേണ്ടതാണ്. മനസ്സും വാക്കും ശരീരവും ശുദ്ധമായിരിക്കുവാൻ വേണ്ടിയാണ് ഈ ഏകാദശി വ്രതം. പറ്റുമെങ്കിൽ മൗനവ്രതവും ആകാം. ദ്വാദശി നാൾ രാവിലെ കുളിച്ച് വിഷ്ണുക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം വ്രതം അവസാനിച്ച് നമുക്ക് അല്പാഹാരം കഴിക്കാം. ഏകാദശി വ്രതമെടുക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കണമെന്ന് നിർബന്ധമുള്ള പക്ഷം അരി ആഹാരമൊഴികെ ഏതെങ്കിലും ഭക്ഷണം കഴിക്കാവുന്നതാണ്. പഴങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. ഏകാദശി വ്രതം വിഷ്ണു ഭഗവാന്റെ പ്രീതിക്കു വേണ്ടി. വിഷ്ണു ഭഗവാൻ സർവചരാചരങ്ങളെയും പരിപാലിക്കുന്ന ദേവനാണ്. ആ ദേവനെ ഉപാസിച്ചുകൊണ്ട് ഈ വ്രതം അനുഷ്ഠിച്ചാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നാം വിശ്വസിക്കുന്നു. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുവാൻ ഈ വ്രതം നമുക്ക് ഉപകരിക്കും എന്ന് മക്കൾ അറിയുക. പ്രദോഷവ്രതത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച സംസാരിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.